ഏകദേശം ഒരു മാസം മുന്നേ എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഇവിടേക്ക് താമസം മാറ്റിയിട്ട് വീട്ടിൽ മതിയായ സാധനങ്ങൾ ഇല്ലാത്തത് കാരണം അത് പർച്ചേസ് ചെയ്യാനായിട്ട് ഞങ്ങൾ 4 പേരും കൂടെ പോയതാണ്. നമ്മുടെ പാത്രക്കടയിലുള്ള പോലെയല്ല, ഇവിടെ സെപ്പറേറ്റ് ഒന്നുമില്ല, എല്ലാം ഒരു കുട കീഴിൽ എന്ന് പറയുന്ന രീതിയിലാണ്. ഇത് ഈരോലി, ഇത്രയും വലിയ ഈരോലി ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. പിന്നെ ഇത് ഇവിടെ എന്തോ പലഹാരം ഉണ്ടാക്കുന്ന സാധനങ്ങളാണ്. പിന്നെ കലങ്ങൾ, താലങ്ങൾ, ഗ്ലാസ്, ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇവർക്ക് ഇതെല്ലാം ആവശ്യമുള്ളതാണ് കേട്ടോ. പൂജയ്ക്ക് ആവശ്യമായ ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ചെറിയ ചെറിയ ചെമ്പ് ഗ്ലാസ്സുകൾ, പിന്നെ മുകളിൽ ഡ്രാഗൺ മുട്ട തൂക്കിയിട്ട പോലെ ഡ്രാക്കുള സിനിമയിലൊക്കെ കാണുന്ന പോലെ പാത്രങ്ങളെല്ലാം തൂക്കിയിട്ടേക്കുമായിരുന്നു. ചെറിയ ട്രേകൾ, പിന്നെ കത്രിക, ഇതെല്ലാം ഞങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളായിരുന്നു. എല്ലാം വാരി വലിച്ചെടുക്കാൻ പറ്റില്ല. ഞങ്ങൾ സ്കൂളാണ് പേ ചെയ്യുന്നതെങ്കിലും നമ്മളൊരു മര്യാദയ്ക്ക് വേണ്ടേ. ഞങ്ങൾ കണ്ടിട്ടില്ലാത്ത പല സാധനങ്ങളുടെ ഉപയോഗം എന്താണെന്ന് അവിടെ ചോദിച്ച് മനസ്സിലാക്കാൻ കുറേ കഷ്ടപ്പെട്ടു കേട്ടോ. എന്നിട്ട് അവർ പറയുന്നത് ഞങ്ങൾക്ക് മനസ്സിലായില്ല. വന്നിടയും കൂടി ആയതുകൊണ്ട് എനിക്ക് ഒന്നും മനസ്സിലായിരുന്നു. ഇപ്പോൾ ചെറുതായിട്ട് മനസ്സിലാക്കാം. ഇതില്ല, ഹോമം നടത്തുമ്പോഴൊക്കെ നെയ്യൊഴിക്കുന്ന ചെറിയ സ്പൂൺസ്, വിളക്ക്, അതെല്ലാം സാർ സെറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പല പല സാധനങ്ങൾ അവിടെ നിന്ന് കണ്ടു. ഇതൊക്കെ വാങ്ങിക്കണമെങ്കിൽ നമ്മുടെ നാട്ടിൽ സെപ്പറേറ്റ് കടയിൽ പോകണം. അപ്പം അതല്ല, വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം. ടാറ്റാ.